ഒന്നാമത്തെ കാര്യം, ഐഷ സുൽത്താന ചെയ്തത് ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യമാണ്. അതായത് ഖുർആനിലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 24:3 ഖുർആനിലെ ഒരു സൂറത്തിൽ നൂർ എന്ന് പറയുന്ന സൂറത്തിൽ മൂന്നാമത്തെ വാചകം അതിൽ പറയുന്ന കൃത്യമായിട്ട് വ്യഭിചാരിയായ പുരുഷൻ വ്യഭിചാരിണിയെയോ ബഹുദൈവ വിശ്വാസിനിയെയോ അല്ലാതെ വിവാഹം കഴിക്കാറില്ല. വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം കഴിക്കാറുമില്ല. ഐഷ സുൽത്താന സത്യത്തിൽ നമ്മുടെ ടീം തന്നെ ആയിരുന്നു. ഞങ്ങളുടെ മൊസാദ് ടീം ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ ടീമായിരുന്നു ഐഷ സുൽത്താൻ എന്നാണ്. തട്ടമിടാറുണ്ടായിരുന്നില്ല. അവർ വലിയ തോതിൽ മുസ്ലിങ്ങളെ അനുമോദിച്ചൊക്കെ പറയുമായിരുന്നു, പക്ഷേ അവരുടെ ഗൂഢലക്ഷ്യമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ മുസ്ലിം സഹോദരങ്ങൾ ഐഷ സുൽത്താനയെ തെളിവിളിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആദ്യമേ തന്നെ ഐഷ സുൽത്താനയ്ക്ക് വിവാഹ മംഗളാശംസകൾ നേരെയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, വ്യക്തികൾ നമുക്ക് അവിടെ ഒരു പ്രശ്നമേ അല്ല, അവർ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. പക്ഷേ അവർ പറയുന്ന മണ്ടത്തരങ്ങളും അവർ പറയുന്ന വിഷയങ്ങളിലെ പൊരുത്തക്കേടുകളും അതിലെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന വിഷയങ്ങളും അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട വശങ്ങൾ നമ്മൾ ചർച്ചയാക്കും. ആശയങ്ങളാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇവിടെയും ഐഷ സുൽത്താന എന്തുകൊണ്ട് ഇപ്പോൾ തെറിവിളി കേൾക്കേണ്ടി വരുന്നു? സംഘിയായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നു, എക്സ് മുസ്ലിം ആയിരുന്നല്ലേ എന്ന് ചോദിക്കപ്പെടുന്നു. ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഐഷ സുൽത്താന അന്തം വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. ഇത് മുസ്ലിങ്ങൾ എന്താണ് എനിക്കെതിരെ തിരിഞ്ഞത് എന്നുള്ള രീതിയിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ എന്നിട്ട് കണ്ടെത്തുന്നത് ചില വാർത്ത കൊടുത്ത ആളുകളാണ് ഇതിന് കാരണക്കാർ എന്നും പറഞ്ഞാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഐഷ സുൽത്താന അവിടെ നിലകൊള്ളുന്നതായിട്ട് കാണുന്നത്. അതിനോട് നമുക്ക് യോജിപ്പില്ല. ഐഷ സുൽത്താന ചെയ്തതിലെ പ്രശ്നം തന്നെയാണ് മുസ്ലിങ്ങൾ തെറിവിളിക്കാനുള്ള കാരണം. എന്താണ് ആ പ്രശ്നം എന്നൊരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ പറഞ്ഞുതരാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഐഷ സുൽത്താന ചെയ്തത് ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യമാണ്. അതായത് ഖുർആനിലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 24:3 ഖുർആനിലെ ഒരു സൂറത്തിൽ നൂർ എന്ന് പറയുന്ന സൂറത്തിൽ മൂന്നാമത്തെ വാചകം അതിൽ പറയുന്ന കൃത്യമായിട്ട് വ്യഭിചാരിയായ പുരുഷൻ വ്യഭിചാരിണിയെയോ ബഹുദൈവ വിശ്വാസിനിയെയോ അല്ലാതെ വിവാഹം കഴിക്കാറില്ല. വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം കഴിക്കാറുമില്ല. സത്യവിശ്വാസികളുടെ മേൽ അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇസ്ലാമിലെ ഒരു ഇൻസ്ട്രക്ഷൻ. എന്ന് വെച്ചാൽ നിങ്ങളൊരു ബഹുദൈവ വിശ്വാസിയെ കല്യാണം കഴിക്കുന്ന സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയും ഒരു വ്യഭിചാരിയോ അല്ലെങ്കിൽ ഒരു ബഹുദൈവ വിശ്വാസിയോ ആണ് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ അവരെ പച്ചയ്ക്ക് വിളിക്കുന്നത് വ്യഭിചാരി എന്ന് തന്നെയാണ്. അത് സ്ത്രീക്കും ബാധകമാണ്, പുരുഷനും ബാധകമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി മറ്റൊരു ഇതിൽ പറയുന്നത്, ബഹുദൈവ വിശ്വാസികളെ അവർ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീയാണ് ബഹുദൈവ വിശ്വാസിനേക്കാൾ നല്ലത് എന്നതാണ് ഈ പറയുന്നത്. അത് നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി എന്നുമാണ് ഇസ്ലാം പഠിപ്പിച്ചു വെക്കുന്നത്.